അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള എഗ്ഗ് മസാലയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള എഗ്ഗ് മസാലയാണ്. അത് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം അതിനുവേണ്ടി ഒരു പാത്രം വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കണം. അതിലേക്ക് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പട്ട, ഗ്രാമ്പൂ, തെക്കോലം ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഞാൻ 2 ചെറിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ചെറുതായിട്ട് വാടി വരണം. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഞാൻ ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതൊരു 1 ടീസ്പൂൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി അരച്ച് പേസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരണം, അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ട് തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഏകദേശം നല്ല ഗ്രേവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ്ഗ് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി എത്തിക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം.